അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ പഠിച്ചു വന്നത്. അവസാനം ഓതി വെച്ചത് 33 ആയത്ത് വരെയായിരുന്നു. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق. لكم فيها منافع അതുപ്രകാരം ആരെങ്കിലും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിച്ചാൽ ഖൽബിൽ തഖ്വയുണ്ടെന്നതിന്റെ അടയാളമാണ്. ലക്കും ഫിഹാ മനാഫിഉ, ആ ബലിമൃഗങ്ങളിൽ നിങ്ങൾക്ക് പ്രയോജനമുണ്ട്. ഇലാജലിൻ മുസമ്മ, ഒരു നിശ്ചിത അവധി വരേക്കും. സുമ്മ മഹില്ലുഹാ ഇലൽ ബൈത്തിൽ അതീഖ്, പിന്നീട് അവയുടെ സ്ഥാനം അല്ലെങ്കിൽ പിന്നീട് അവയുടെ മഹില്ല് എന്ന് പറയുന്നത് അവരെ എത്തിക്കേണ്ടുന്നതും അവരെ അറവ് നടത്തേണ്ടതുമായ സ്ഥലം, അവരെ നിശ്ചയിക്കപ്പെട്ട മഹിൽ, അവയുടെ അനുവദിക്കപ്പെട്ട സ്ഥലം അല്ലെങ്കിൽ സമയം ഇലൽ ബൈത്തിൽ അതീഖ്, പൗരാണികമായ ഭവനത്തിന്റെ അടുത്തെത്തുന്നത് വരെയാണ്. അവിടെ വെച്ച് അവർ അറവ് നിർവഹിക്കണം എന്നാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത്. അടുത്ത ആയത്തിൽ വീണ്ടും പറയാണ്, ഇങ്ങനെ ഓരോ സമുദായത്തിനും ഓരോ കർമ്മങ്ങൾ അല്ലാഹ് നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ സമുദായത്തിനും ഓരോ കർമ്മങ്ങൾ, അനുഷ്ഠാനങ്ങൾ, മുറകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആ അനുഷ്ഠാന മുറകൾ ആ സമുദായം പാലിക്കണം, അത് അവർക്കുള്ളതാണ്. ഈ ഉമ്മത്തിന് നമുക്ക് ഒരുപാട് മനാസിക്കുകൾ പടച്ചോൻ തന്നിട്ടുണ്ട്, അനുഷ്ഠാന കർമ്മങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്നത്. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസക, ഒതുക്കി ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فإلهكم إله واحد فله أسلموا فإلهكم إله واحد فله أسلموا وبشر المخبتين وبشر المخبتين ولكل أمة جعلنا منسكا ليذكروا اسم الله
ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون ومما رزقناهم ينفقون الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون രണ്ടായത്താണ് നമ്മൾ ഓതിയത്. വലിക്കുല്ലി ഉമ്മത്തിൻ ജഅൽന, ഉമ്മത്തിൻ എന്ന് പറയില്ല, ഉമ്മത്തിൻ ജഅൽന മൻസകൻ എന്ന് പറയുന്നത്. മൻസകൻ ലിയദ്കുറു, യദ്കുറാണ്, ലിയദ്കുറു ഇസ്മല്ലാഹി അലാ മാ റസഖഹും മിൻ, രണ്ട് മീം, റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അൻആം അല്ല അൻആം, ബഹീമത്തിൽ അൻആം. ഫഇലാഹുകും ഇലാഹു വാഹിദു ഫലഹു, അവിടെ ഫലഹു കുറച്ച് നീട്ടാണ്ടാവും, കുറച്ച് അടുത്തത് ആണ്. ഫലഹു അസ്ലിമു വബശ്ശിരി അല്ല ലി, വബശ്ശിരിൽ മുഖ്ബിതീൻ. ഒതുക്കിയ വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകൻ ലിയദ്കുറു അലാ മാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം. فإلهكم إله واحد فله أسلموا وبشر المخبتين. അടുത്ത ആയത്തിൽ അല്ലദീന, വീണ്ടും ശ്രദ്ധിക്കണം, അല്ലദീന ദാൽ പുള്ളി ഉണ്ടാവും. ഇദാ ദുകിറ, നമ്മൾ ദിക്ർ എന്ന് പറയാ, അറബിയിൽ പറയുമ്പോൾ ദിക്റാണ്, പുള്ളിയുള്ള ദാൽ. ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും, വജിലത്ത് ഖുലൂബുഹും എന്ന് പറയാതെ വജിലത് ഖുലൂബുഹും. വസ്സാബിരീന, സാബിർ അല്ല സ്വാബിറാണ്, സ്വാബിർ. വസ്സാബിരീന അലാ മാ അസ്വാബഹും, അസ്വാബഹും. വൽമുഖീമിസ് സ്വലാത്തി
മുഖീമി സ്വലാത്തി അല്ല സ്വലാത്തി വൽ മുഖീമി സ്വലാത്തി വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. ആയത്ത് നോക്കിക്കേ, الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. ഈ രണ്ട് ആയത്തുകളാണ് നമ്മളിപ്പോൾ ഓതിയതിൻ്റെ തഫ്സീറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് പറയാം. വലിക്കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിനുമുണ്ട്. എന്ത് ഈ ഉമ്മത്ത് എന്ന വാക്കിന്റെ അർത്ഥം? സമുദായം. മുസ്ലിം ഉമ്മത്ത് പറഞ്ഞതാ മുസ്ലിം സമുദായം. അങ്ങനെ നമ്മളിപ്പോൾ ഉള്ളത് അറിയപ്പെടുന്ന പ്രവാചകന്മാരിലേക്ക് ചേർത്താണ് പറയാ. ഖൗമി മൂസ, ഖൗമി നൂഹ് അങ്ങനെ വിളിക്കാം. എന്നാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമ് മുഹമ്മദ് എന്ന് പറയല്ല, ഉമ്മത്ത് മുഹമ്മദ്. കാരണം അത് അവസാനിക്കാത്ത ഒരു ഖൗമാണ്. അതുകൊണ്ട് അതിനെ ഉമ്മത്ത് എന്ന് വിളിക്കാം. പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു പ്രവാചകനിലൂടെ അങ്ങോട്ട് തീരെയല്ലല്ലോ. ആ പ്രവാചകന്റെ കാലശേഷവും വീണ്ടും ആ സമുദായം വളർന്നുകൊണ്ടിരിക്കുക. വലിക്കുല്ലി ഉമ്മത്തിൻ, എല്ലാ ഉമ്മത്തിനും എല്ലാ സമുദായത്തിനും ജഅൽനാ, നാം ആക്കിയിട്ടുണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട്, മൻസകൻ, ഒരു കർമാനുഷ്ഠാനങ്ങളുടെ മുറയുണ്ട്, ഒരു കർമാനുഷ്ഠാന രീതിയുണ്ട്. അതുകൊണ്ടാണ് ഹജ്ജിന് പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖുദൂ അന്നി മനാസികക്കും, നിങ്ങൾ ഹജ്ജിന്റെ അനുഷ്ഠാനങ്ങൾ എന്നിൽ നിന്ന് പഠിക്കണം. അത് ഈ ഉമ്മത്തിന് ഉള്ള മനസ്സക്കാണ്. അപ്പൊ അത് അവിടുന്ന് പഠിക്കണം. ഏതൊക്കെ മൃഗങ്ങളെ അറുക്കാം, ഏതൊക്കെ മൃഗങ്ങളെ അറുക്കാൻ പാടില്ല, ഈ ഉമ്മത്തിന് മനസ്സക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു വയസ്സാവാത്തതിനെ അറവ് നടത്താൻ പാടില്ല, വൈകല്യങ്ങളുള്ളതിനെ അറവ് നടത്താൻ പാടില്ല. അത് ഈ ഉമ്മത്തിന് പാടില്ലാത്തതാണ്. നമ്മുടെ മുമ്പുണ്ടായിരുന്ന പല കൗമുകൾക്കും ഉണ്ടായിരുന്ന പലതും നമുക്ക് വിലക്കിയിട്ടുണ്ട്. നമ്മുടെ മുമ്പുണ്ടായിരുന്ന സമുദായത്തിന് ഇല്ല, അനുവദിക്കാത്ത പല കാര്യങ്ങളും നമുക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. അത് ഓരോ ഉമ്മത്തിനും ഓരോ മനസ്സൊക്കെണ്ടെന്ന് പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ബലി അറുക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഹദീസുകൾ വായിക്കുന്ന അടുത്ത് കാണാൻ സാധിക്കും, ഗർഭിണിയായ ഒട്ടകത്തിനെ അല്ലെങ്കിൽ മാടിനെ അറവ് നടത്താൻ പാടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഗർഭിണിയാകണമെങ്കിൽ പെണ്ണാവണം. ഗർഭിണിയായ പെണ്ണിനെ അറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഗർഭിണിയല്ലാത്ത പെണ്ണൊട്ടകത്തിന് അറവ് നടത്താം, ഗർഭിണിയല്ലാത്ത എരുമയെ അറുക്കാം, ഗർഭിണിയല്ലാത്ത ആടിനെ അറുക്കാം. കുറ്റമല്ല, ഹറാമൊന്നുമില്ല. പക്ഷെ നമുക്ക് ഉറപ്പുണ്ടാവണം അത് ഗർഭിണിയല്ല. പിന്നെ സാധാരണ പറഞ്ഞ വൈകല്യങ്ങളും മറ്റു പോരായ്മകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അറിവ് നടത്താൻ പാടില്ല. അപ്പൊ ഈ ഉമ്മത്തിന് പഠിപ്പിക്കപ്പെട്ട മൻസക്കുകളുണ്ട്. അതെല്ലാം എന്തിനാണ്? പ്രധാനമായും അതിലെല്ലാം അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കാനും ഓർമ്മിച്ചെടുക്കാനും വേണ്ടിയാണ്. നമ്മളൊരു വീടിന്റെ വാതിൽ തുറക്കുമ്പോ വരെ ബിസ്മില്ല പറഞ്ഞാൽ ചെയ്യാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ല പറഞ്ഞിട്ട് അള്ളാന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ്. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, വായന പോലും ബിസ്മി. എല്ലാ നന്മകളുടെയും തുടക്കം ബിസ്മിയാണ്. അപ്പോ ഈ ബിസ്മില്ലയുടെ മഹത്വം നോക്കുക. അള്ളാഹുവിന്റെ നാമം പ്രകീർത്തിക്കാൻ വേണ്ടിയാണ് അനുഷ്ഠാന മുറകൾക്കെല്ലാം ഒരു വ്യവസ്ഥ വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അലാമാ റസഖഹും, അവൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള, അവൻ ആ ഉമ്മത്തിന് റസഖഹും അവർക്ക് റിസ്ഖായി കൊടുത്ത എന്തിൽ നിന്ന്? മിൻ ബഹീമത്തിൽ അൻആമി, കന്നുകാലി മൃഗങ്ങളിൽ നിന്ന്. ബഹീമത്ത് കന്നുകാലി മൃഗങ്ങൾക്ക് പറയുന്ന പേരാണ് ബഹീമത്തിൽ അൻആം. കന്നുകാലി മൃഗങ്ങളുടെ ആ ശേഖരങ്ങളിൽ നിന്ന് അവൻ നിങ്ങൾക്ക് തന്നതെന്ന് അള്ളാന്റെ നാമം ഉച്ചരിച്ച് അറിവ് നടത്തിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുത്തതാണെങ്കിൽ കഴിക്കാൻ പറ്റൂല. അതൊന്നും അള്ളാഹുവിന്റെ നാമം ഉച്ചരിക്കാതെ അറിവ് നടത്താൻ പാടില്ല. അത് വലിയൊരുനാക്കായാലും കല്യാണത്തിനായാലും മുടികളിച്ചലിനായാലും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചല്ലാതെ അറിവ് നടത്താൻ പാടില്ല.
അപ്പൊ ഈ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തഫ്സീറിൽ പറഞ്ഞ വാക്ക് കാണാം, യുഖ്ബിർ തആല അന്നഹു ലം യസൽ ദബ്ഹുൽ മനാസിഖ്. ഇസ്ലാമില് ഈ മനാസിക്കിന്റെ ആടുകളെ മൃഗങ്ങളെ അറവ് നടത്തുന്ന വിഷയത്തിൽ അല്ലാഹു തആല വീണ്ടും വീണ്ടും നിർദ്ദേശങ്ങൾ വന്നു തരികയാണ്. ഒരു മൃഗത്തിന്റെ രക്തം ചിന്തുന്നതിന് മര്യാദകൾ പഠിപ്പിക്കുകയാണ്. എല്ലാ സമുദായത്തിനും കൊടുത്ത ഉത്തരവാദിത്വമാണ് ബിസ്മില്ല കൊണ്ടായിരിക്കണം. ഈ നിയമം എല്ലാ ഉമ്മത്തിനുള്ളതാണ്. ചില മൃഗങ്ങളെ അനുവദിച്ചു കൊടുത്തതിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമൊക്കെ ഉണ്ടാവും. പക്ഷെ അറവ് നടത്തുന്ന ഏത് മൃഗത്തിനും അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചു കൊണ്ടാണ് അത് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്. അത് എവിടെയാണെങ്കിലും ശരി. ഖാല അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി വഅഖറനൈനി. നബി തങ്ങൾ ഉദ്ഹിയത്തിന് വേണ്ടി രണ്ട് മൃഗങ്ങളെ കൊണ്ടുവന്നു. ഫസമ്മാ, എന്നിട്ട് ബിസ്മി ചൊല്ലി, വകബ്ബറ, അല്ലാഹു അക്ബർ പറഞ്ഞു, വവളഅ റിജ്ലഹു, എന്നിട്ട് അതിന്റെ കാലുകൾ പിടിച്ചു, അലാ സിഫാഹിഹിമ, അങ്ങനെ കൈകാലുകൾ കൂട്ടി പിടിച്ചിട്ട് പിന്നെ ആയുധം കൊണ്ട് അതിനെ ബലിയറുത്തു. ഇസ്മ ചൊല്ലി തക്ബീർ ചൊല്ലി അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട്, തക്ബീർ അല്ലാഹു അക്ബർ പറഞ്ഞുകൊണ്ട് അവിടുന്ന് ബലിയറുത്തു എന്ന്. എന്നിട്ട് പറയാണ് ഈ സമ്പ്രദായം എല്ലാ ഉമ്മത്തിനും കൊടുത്തു. എന്നിട്ട് പറയാ ഫഇലാഹുക്കും ഇലാഹും വാഹിദ്. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ വ്യത്യാസം ഉണ്ടാവും, പക്ഷേ ഇലാഹ് എല്ലാ ഉമ്മത്തിനും ഒന്നുള്ളൂ. ഫഇലാഹുക്കും ഇലാഹും വാഹിദ് ഫലഹു അസ്ലിമു വബശ്ശിരിൽ മുഖ്ബിതീൻ. ഫഇലാഹുക്കും, ആകയാൽ നിങ്ങളുടെ ആരാധ്യൻ, ഇലാഹുൻ ആരാധ്യനാണ്, വാഹിദുൻ ഏകനായ ആരാധ്യനാണ്. എല്ലാവർക്കും ഒറ്റ ഇലാഹുള്ളൂ. ഒരുപാട് നബിമാര് വന്നിട്ടുണ്ട്, ഒരുപാട് സമുദായം കഴിഞ്ഞു പോയിട്ടുണ്ട്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നബിയേ, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ എല്ലാ നബിമാരോടും പറഞ്ഞ താക്കീതും വാഗ്ദാനവുമാണ്, ഞാനല്ലാതെ മറ്റൊരു ഇലാഹ് നിങ്ങൾക്കില്ല, എന്നെ മാത്രം ആരാധിക്കണം. ഐ മഅബൂദുക്കും വാഹിദ്, എല്ലാവരുടെയും ആരാധ്യൻ ഒന്ന് മാത്രം. അമ്പിയാക്കന്മാരുടെ മതനിയമങ്ങളിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. ഒരു നബിക്ക് കൊടുത്തതാകില്ല അടുത്ത നബിന്റെ കാലത്ത് ഉണ്ടാവുക, ചില മാറ്റങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷെ എല്ലാ നബിമാരും യദ്ഊന ഇലാ ഇബാദത്തില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ശിർക്ക് ചെയ്യുമ്പോൾ ആലോചിക്കണം, എല്ലാ നബിമാരും പഠിപ്പിച്ച സന്ദേശത്തിന്റെ നേർ വിപരീതമാണ് ഇയാൾ ചെയ്യുന്നത്. നബിമാരെല്ലാം പഠിപ്പിച്ചത് അള്ളാഹനെ മാത്രം ആരാധിച്ച് അവനിൽ പങ്കു ചേർക്കാതെ ആരാധനയിലേക്ക് കൊണ്ടുവരാനാണ് പഠിപ്പിച്ചിരിക്കുന്നത്. എന്നിട്ട് ഖുർആൻ പറഞ്ഞു, വലഹു, അതുകൊണ്ട് ആകയാൽ അവനു വേണ്ടി അസ്ലിമൂ, നിങ്ങൾ കീഴ്പ്പെടുക. ആ അള്ളാഹ്ക്ക് നിങ്ങൾ ഇസ്ലാമായി കാണിച്ചു കൊടുക്കുക, അനുസരിക്കുന്നവനായി മാറുക, കീഴ്പ്പെട്ടു കൊടുക്കുക, ഇസ്ലാം അനുഷ്ഠിക്കുക. അതിനാണ് അസ്ലിമു. അഖ്ലിസു, ഇഖ്ലാസ് ഉള്ളവനാവുക. വസ്തസ്ലിമു, പൂർണ്ണമായി കീഴ്പ്പെടുക. ലിഹുക്മിഹിൽ ലിഹുക്മിഹി വതഅതിഹി, അള്ളാഹനെ അനുസരിക്കാനുള്ള എല്ലാ മേഖലയിലും കീഴ്പ്പെട്ട് അനുസരിച്ചു കൊടുക്കുക. അതിനാണ് അസ്ലിമു. ഇബ്രാഹിം നബിനോട് പറഞ്ഞു അസ്ലിം, അനുസരിക്ക്, കീഴ്പ്പെട്. ഖാല, ഇബ്രാഹിം നബി പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാൻ കീഴ്പ്പെട്ടു, എന്ത് പറഞ്ഞാലും അനുസരിക്കും. അപ്പോഴാണ് മകനെ അറക്കണം, അതും ചെയ്യാൻ തയ്യാറായി. അസ്ലമ, അസ്ലിമു, പൂർണ്ണമായി കീഴ്പ്പെടൂ എന്ന് ഫലഹു അസ്ലിമു, ആ അല്ലാഹ്ക്ക് പൂർണ്ണമായി അനുസരണയുള്ളവനായി മാറുക. വബശ്ശിരിൽ മുഖ്ബിതീൻ, മുഖ്ബിതീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. മുഖ്ബിത്ത് ഖുർആനിൽ അധികം പ്രയോഗിക്കാത്തൊരു വാക്കാണ്. അതിന്റെ അർത്ഥം 3 നിലക്കാണ് പണ്ഡിതന്മാര് പറഞ്ഞത്. ഒന്ന് മുത്തവാദിഈൻ എന്നാണ്. മുത്തവാദിഈൻ എന്ന് പറഞ്ഞാല് നല്ല വിനയമുള്ളവനായി മാറുക.
ഇമാം ളഹാഖ് റഹിമഹുല്ലാ അവരൊക്കെ ആ അഭിപ്രായക്കാരാണ്. ഇമാം മുജാഹിദ് റഹിമഹുല്ലാ പറഞ്ഞ മുത്മഇന്നീൻ, ശാന്തതയുള്ള ഒതുക്കമുള്ളവരായി മാറുക. ഇമാം സുദ്ദി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് അള്ളാഹുവിൽ ഭയപ്പാടുള്ളവരായി മാറുക. അങ്ങനെയുള്ള അർത്ഥം കൂടുതൽ പണ്ഡിതന്മാർ പറയും വിനയം കാണിക്കുന്നവരായി മാറുക, അള്ളാഹുവിന് കീഴ്പ്പെടുക. അള്ളാഹുവിൽ വിനയം കാണിക്കുന്നവർക്ക് ബശ്ശിർ, സന്തോഷവാർത്ത അറിയിക്കുക എന്നാണ്. സ്വർഗമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. വബശ്ശിരിൽ മുഹ്ബിൻ. ആയത്തൊന്നുകൂടി ഒതുക്കി. ولكل أمة جعلنا منسكا ليذكروا اسم الله على ما رزقهم من بهيمة الأنعام فإلهكم إله واحد فله أسلموا وبشر المخبتين. ഇമാം അംർ ബിൻ ഔസ് റഹിമഹുല്ലാഹ് പറയാണ് മുഖ്ബിതീൻ, വിനയം കാണിക്കുക എന്ന് പറഞ്ഞാൽ അല്ലദീന ലാ യദ്ലമൂൻ, ഒരാളോടും അക്രമം കാണിക്കാത്തവരാകുക. വഇദാ ളുലിമൂ ലം യന്തസിറൂ, ആരെങ്കിലും ആക്രമിക്കുന്ന ഘട്ടം വരികയാണെങ്കിൽ ആക്രമിക്കുന്ന ഒരാളെ സഹായിക്കാതിരിക്കുക. الذين إذا ذكر الله وجلت قلوبهم അല്ലെങ്കിൽ المطمئنين, ശാന്തരായി മാറുക. അർറാദീന ബിഖദാഇല്ല, അല്ലാഹുവിന്റെ വിധിയിൽ തൃപ്തിപ്പെടുന്നവരായി മാറുക. പടച്ചോൻ തന്നത് തൃപ്തിപ്പെടുക, പടച്ചോൻ തന്നത് ഇഷ്ടപ്പെടുക, പടച്ചോൻ നമുക്ക് ഏകിയത് വളരെ സ്നേഹത്തോടെ ഇഷ്ടത്തോടെ കീഴ്പ്പെട്ടു കൊടുക്കുക. അതിനാണ് മുഖ്ബിത്. അൽ മുസ്തസ്ലിമീന ലഹു, അല്ലാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ടു കൊടുക്കുക. വ അഹ്സൻ മാ യുവസ്സിറു മിമാ ബഅദഹു, ശേഷം ആ മുഖ്ബിതീങ്ങളുടെ 4 ഗുണങ്ങൾ അടുത്ത ആയത്തിൽ പഠിപ്പിക്കാം. എന്താണ് അല്ലാഹുവിലേക്ക് കീഴ്പ്പെടുന്ന വിനയമുള്ള ആൾക്കാരുടെ സ്വഭാവം? ഏതാ 4 ഗുണങ്ങളൊന്ന് വായിച്ച അടുത്തായത്. الذين إذا ذكر الله وجلت قلوبهم والصابرين على ما أصابهم والمقيم الصلاة ومما رزقناهم ينفقون. അതിന് നിങ്ങൾക്ക് അർത്ഥം പറയാതെ 4 മുറിക്കാൻ പറ്റുമോ ആയത്ത്? ഒന്ന് നമുക്ക് മുറിക്കാം. അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും, ഒന്നാമത്തെ സ്വഭാവം. രണ്ടാമത്തെ ഏതായിരിക്കും അങ്ങനെയാണെങ്കിൽ? വസ്സാബിരീന അലാ മാ അസാബഹും. മൂന്നാമത്തെ ഏതായിരിക്കും? ഖീമിസ് സ്വലാ. നാലാമത്തെ ഏതായിരിക്കും? വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. ഈ 4 സ്വഭാവങ്ങളുള്ളവർ വിനയാന്വിതരാണ്. അവർക്ക് സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്തോളൂ, അവർ സ്വർഗക്കാരാണെന്ന സൂചന കൊടുത്തോളൂ എന്നാണ് ബശ്ശിർ എന്ന വാക്കിന്റെ അർത്ഥം. അതിൽ ആദ്യം പറഞ്ഞ വാക്ക് അല്ലദീന, അവര് ഇദാ ദുക്കിറല്ലാഹ്, അവർ അല്ലാഹുവിനെ കുറിച്ച് പ്രസ്താവിക്കപ്പെട്ടാൽ, ദുക്കിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് അവരോട് പറയപ്പെട്ടാൽ. ദക്കറ എന്ന് പറയുകയാണെങ്കിൽ ദക്കറല്ലാഹ എന്നാണ് പറയാ. ദുക്കിറ എന്നാകുമ്പോ ദുക്കിറല്ലാഹു എന്നാണ് പറയാ. ചില വ്യത്യാസമുണ്ട്. അല്ലദീന ഇദാ ദുക്കിറല്ലാഹ്, അവരോട് അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെട്ടാൽ എന്താണ്ടാവുക? വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളും, ഭയപ്പെടും, പടച്ചോനെ പേടി കൂടും. അള്ളാഹിനെ പറ്റി പറഞ്ഞപ്പോൾ, അതുകൊണ്ടാണ് പല തിന്മകളുടെയും മുമ്പിൽ അള്ളാഹ് എന്ന് പറയപ്പെട്ടപ്പോൾ പിന്തിരിഞ്ഞ ഒട്ടനേകം ആളുകളുടെ ചരിത്രം തഫ്സീറുകളിൽ, ഹദീസ് ഗ്രന്ഥങ്ങളിൽ, ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിക്കാൻ പറ്റും. അള്ളാഹിനെ പറ്റി കാണാത്ത, അള്ളാഹിനെ പറ്റി പറഞ്ഞു കേട്ടിട്ട് പേടിച്ച് പിന്മാറുക. എന്നാണ് വജിലത് ഖുലൂബുഹും, അവരുടെ കൽബുകൾ വിറക്കുന്നവരായി മാറും. ഖാഫത് മിൻഹു ഖുലൂബുഹും, അവരുടെ കൽബുകൾക്ക് പേടി കുടുങ്ങും എന്നാണ് പറഞ്ഞതിന്റെ വിശദീകരണം. മഹാരഥന്മാരായ പണ്ഡിതന്മാർ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുകയാണ്, ഈ ആശയം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു ആയത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്ന സുപ്രധാനമായത്
അള്ളാഹു എന്ന ചിന്ത വരുന്നതോടുകൂടെ മനസ്സിൽ ഭക്തിയും പേടിയും കുടുങ്ങുന്നതിനെയാണ് വജിലത്ത് ഖുലൂബുഹും എന്ന് പറയുന്നത്. ആ ഒന്നാമത്തെ ഗുണം മാത്രം ഒന്ന് പറയാം. അതിൽ ഉലമാക്കന്മാർ പറയാണ്, ഖുർആനിൽ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് 2-3 തരത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് വജിലത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്ന് ഉപയോഗിച്ചിരിക്കുന്നത് വജിലൂൻ എന്നാണ്, പിന്നെ മറ്റൊരു സ്ഥലത്ത് ലാ തൗജൽ എന്നാണ്. എല്ലാത്തിന്റെയും അർത്ഥം പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതില് ഒന്ന് നമ്മൾ ഈ പറഞ്ഞ സൂറത്തില് ഇപ്പൊ ഈ പറഞ്ഞ വജിലത്താണ്. പിന്നെ ഒന്ന് പറയുന്നത് സൂറത്ത് അൻഫാലിലെ 2-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അത്തിഉല്ലാഹ വറസൂലഹു ഇൻ കുൻതും മുഅ്മിനീൻ ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അള്ളാഹുവിനെ അനുസരിക്കുക, റസൂലിനെ അനുസരിക്കുക. നിങ്ങൾ മുഅ്മിനാണെങ്കിൽ എന്താണ്ടാവുക? അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹ് എന്ന ചിന്ത ഇട്ടുകൊടുത്താൽ വജിലത് ഖുലൂബുഹും, ഹൃദയങ്ങൾ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും. കൽബിന്ന് ഇങ്ങനെ വിറയുമ്പോഴാണ് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ചാടാൻ തുടങ്ങും. കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ചാടാൻ തുടങ്ങുമ്പോൾ അവന്റെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റങ്ങൾ വരാൻ തുടങ്ങും. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഒരു മനുഷ്യൻ ഖബറിന് പോയാൽ 5 ഗുണങ്ങൾ കിട്ടും. ഇതൊക്കെ ഒരാളുടെ ഉമ്മാന്റെ ആവണ്ട വാപ്പാന്റെ ആവണ്ട ഖബറിന്റെ അടുത്ത് ഒരു മനുഷ്യൻ പോയാൽ സിയാറത്ത് ചെയ്താൽ 5 ഗുണങ്ങൾ കിട്ടും. ഒന്ന്, മരണത്തെ ഓർമ്മ വരാൻ തുടങ്ങും. 2, പരലോകത്തെ ചിന്തിക്കാൻ തുടങ്ങും. 3, തൗബ ചെയ്യാൻ തുടങ്ങും. 4, കൽബ് ലോലമാകാൻ തുടങ്ങും. കൽബ് ഇങ്ങനെ ആളിങ്ങനെ സോഫ്റ്റ് ആകാൻ തുടങ്ങുന്നു. 5, കണ്ണുകൾ ഈറനണിയാൻ തുടങ്ങണം. അത് ഉണ്ടാകാനാണ് അവിടെ പോകാൻ പറഞ്ഞത്. കണ്ണ് നനയാനും കൽബ് മയപ്പെടാനും, അല്ലെ, അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാനും പരലോകം ഓർക്കാനും മരിക്കുന്ന ചിന്ത ഉണ്ടാവാനും ഒരാൾക്ക് ഖബർ സിയാറത്ത് കൊണ്ട് 5 നേട്ടങ്ങളാണ് കൊടുക്കുന്നവർ. കിട്ടണം എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യവും നമ്മുടെ ഓർമ്മയിലുണ്ടാവും. വജിലത് ഖുലൂബുഹും, കൽബ് ഇങ്ങനെ വിറക്കൊള്ളുന്ന അവസ്ഥയുണ്ടാകുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുത്തേക്ക് മലായിക്കത്തുകൾ വന്നു. അവര് മനുഷ്യരൂപത്തിലാണ് വരുന്നത്. അപ്പൊ അത് വരുന്ന സമയത്ത് അവർ ഇബ്രാഹിം നബിന്റെ അടുത്തേക്ക് കയറി ചെന്നു. ഫഖാലു സലാമാ, ഒരു സലാം പറഞ്ഞു. വീട്ടിൽ കയറി ചെല്ലാണ്, സലാം പറഞ്ഞു. ഖാല ഇന്നാ മിൻകും വജിലൂൻ, ഇബ്രാഹിം നബി പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളെ കാണുമ്പോ പേടി തോന്നുന്നുണ്ട്. വജിലൂൻ, സാധാരണ നാട്ടിൽ കണ്ട ആൾക്കാരല്ല, എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. നിങ്ങളെ കാണുമ്പോ ഞങ്ങൾക്ക് ഭയം തോന്നുന്നു. വജിലൂൻ, മലക്കുകൾ പറയാണ്. അപ്പൊ മലക്കുകൾ പറഞ്ഞു കൊടുക്കാണ്. ഖാലു, മലക്കുകൾ പറഞ്ഞു, ലാ തൗജൽ, പേടിക്കണ്ട, വറക്കണ്ട, ഭയം കൊള്ളണ്ട. ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ അലീം, നല്ലൊരു ഇൽമുള്ള ഒരു കുട്ടി നിങ്ങൾക്ക് ജനിക്കാൻ പോകുന്നതിന്റെ സന്തോഷം പറയാനാണ് ഞങ്ങൾ അറിയിക്കാൻ വന്നിരിക്കുന്നത്. പിന്നെ ഖുർആനിൽ ഒരു പരാമർശം ഉള്ളത് സൂറത്ത് മുഅ്മിനൂനിൽ വന്നിട്ടുണ്ട്. വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജിലത്തുൻ അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ. ചില ആൾക്കാരുണ്ട്, അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാണ്. അവരുടെ കൽബുകൾ വഖുലൂബുഹും വജില, കൽബ് പേടിച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, റബ്ബിലേക്ക് മടങ്ങുന്നുള്ള ബോധത്തിലാണ് അവർ ഇതൊക്കെ ചെയ്യുന്നത്. അവസാനമായി മറ്റൊരായത്ത് കൂടെ പഠിപ്പിക്കുകയാണ്. സൂറത്ത് സുമറിന്റെ 45-ാമത്തെ ആയത്ത്. ചില ആൾക്കാരുണ്ട്, അവർക്ക് അള്ളാന്ന് പറഞ്ഞാൽ ഒരു പേടി ഉണ്ടാവില്ല. അള്ളാന്റെ കൂടെ വേറെ ആരെങ്കിലൊക്കെ പേരുകൾ, ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ ഏതെങ്കിലും ഒരു മക്ബറ കിടക്കുന്ന ആളെ പേര് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഭക്തി കൂടും. ഖുർആൻ പറയാണ്, വൈദാ ദുകിറല്ലാഹു
വഹ്ദ, അല്ലാഹുവിനെ മാത്രം പരാമർശിക്കപ്പെട്ടാൽ ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, പരലോകത്തെ പേടിയില്ലാത്ത കൽബുകൾ മുഖം ചുളിച്ചു പോകും. പോക്കിയാലും അല്ലാഹു മാത്രം എന്ന് പറയുമ്പോൾ അവരുടെ മുഖം ചുളിക്കപ്പെടും, അവർക്ക് അരോചകമാകും, അവർക്ക് ഇഷ്ടമില്ലാതെയാകും. വഇദാ ദുകിറല്ലദീന മിൻ ദൂനിഹി, അല്ലാഹുവിന്റെ കൂടെ വേറെ ഒരാളെ കൂടെ പറയാൻ തുടങ്ങിയാൽ ഇദാഹും യസ്തബ്ശിറൂൻ, അവർ ഭയങ്കര സന്തോഷവാന്മാരാകും. സൂറത്തു സുമറിന്റെ 45-ാമത്തെ ആയത്ത് പഠിച്ചോക്കേണ്ട ആയത്താണ്. അള്ളാഹുവിനെ പറ്റി മാത്രം, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് കൊടുക്കണം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ അവരുടെ മുഖം ചുളിക്കപ്പെടും, അവർക്ക് ഇഷ്ടമില്ലാതെ. അള്ളാഹിന്റെ കൂടെ വേറെ ആരെങ്കിലുമൊക്കെ ചേർത്ത് പറഞ്ഞാല് അവർക്ക് ഭയങ്കര ഇത് നല്ലതാണെന്നല്ല പറയണത്, ഇതൊരു മോശം സൂക്കടാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ കൽബ് വിറക്കുന്നതായി, ഭയപ്പെടുന്നതായി, അള്ളാഹിനെ പേടിക്കുന്ന ഒരു കൽബുമായി ജീവിക്കുക. അള്ളാഹുവിനെ പേടിച്ചിട്ട് തിന്മകളിൽ നിന്ന് ഒഴിവാകുക. അള്ളാഹുവിനെ പേടിച്ച് നന്മകളിൽ അടുത്തേക്ക് വരിക, നന്മ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുക. വബകാമിൻ ഖശിയത്തില്ല, അള്ളാഹിനെ കുറിച്ചോർത്ത് കരയുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ജിഹാദ് ചെയ്യുക. നമുക്ക് പടച്ചോൻ തന്ന എല്ലാ നന്മകളും അല്ലെങ്കിൽ നിഅമത്തുകളും പടച്ചോൻക്ക് ഇഷ്ടപ്പെട്ട വഴിക്ക് കൊടുക്കുക. അതാണ് വജിലത് ഖുലൂബുഹും. ഇൻഷാ അല്ലാഹ് ബാക്കി 3 കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. അള്ളാഹു ധാരാളം അറിവും അറിയുന്നത് അനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനുമുള്ള വലിയ തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ നന്മകൾ അള്ളാഹു നാളെ പരലോകത്തെ തുലാസിൽ ഖനമുള്ള അമലായി സ്വീകരിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ, വടുവഞ്ചാലിലെ നമ്മുടെ വെള്ളച്ചാലിൽ അബ്ദുൽ ഖാദർ സാഹിബ്, അതുപോലെ തന്നെ വേറെ ചില സഹോദരങ്ങളൊക്കെ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ ഫദ്ല് കൊണ്ടും കാരുണ്യം കൊണ്ടും ഈ രോഗികൾക്കെല്ലാം അള്ളാഹു പൂർണ്ണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളിലൂടെ ഇണകളിലൂടെ അള്ളാഹു കൺകുളിർമയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിൽ, ജോലിയിൽ, വരുമാനത്തിൽ എല്ലാം അള്ളാഹു ബറക്കത്ത് നൽകുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഈ ജീവിതത്തിന്റെ ചെറിയ ചെറിയ പോരായ്മകളിൽ, വീഴ്ചകളിൽ, സ്ഖലിതങ്ങളിൽ നമുക്ക് പടച്ചറപ്പ് കാരുണ്യം നൽകി നമ്മുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا توفنا مسلمين وألحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.